പാലങ്ങൾ സാധാരണ ആളുകളുടെ ആവശ്യമാണ്. എന്നാൽ പാലം പണി തുടങ്ങിയത് മുതൽ ജീവിതം കഷ്ടപ്പാടിലായവരുടെ ആളുകളുടെ കഥ ആരറിയുന്നു? കുട്ടനാട് ചാലേച്ചിറ നിവാസികളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഗതാഗതവും കുടിവെള്ളവും വരെ മുടങ്ങിയിരിക്കുകയാണ്. പാലം പണി തുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല, 4.5 വർഷം കഴിഞ്ഞു. ചേന്നങ്കരി പൊതുവാ ജെട്ടി മുതൽ 80ന്റെ ജെട്ടി വരെയുള്ള തോടിന് കുറുകെ നെടുമുടി പഞ്ചായത്തിനെയും കൈനകരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷകൾ അസ്ഥാനത്ത്. ഇതിൻ്റെ സമയത്ത് നടന്നിരിക്കുന്ന ചങ്ങനാശ്ശേരി തൊട്ട് ആലപ്പുഴയുള്ള ബൈപ്പാസ് റോഡും എല്ലാ റോഡും ഇപ്പം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിനു മുമ്പ് തുടങ്ങിയ ഈ പാലം പണി ഇതുവരെ തീർന്നിട്ടില്ല. തോട്ടിൽ മണ്ണിട്ട് ബണ്ട് കെട്ടിയാണ് പാലം പണിഞ്ഞത്. ഇതോടെ തോട്ടിലെ നീരൊഴുക്ക് നിലച്ചു, പോളശല്യവും കൂടി. മൂന്നാറ്റുമുഖം മുതൽ ചാലേച്ചിറ വരെ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രദേശവാസികളുടെ ഗതാഗതവും ഇതോടെ സ്തംഭനാവസ്ഥയിലായി. ഞങ്ങൾക്ക് ഈ തോടൊന്ന് തുറന്നു കിട്ടുക, പാലം പണി എങ്ങനെ വേണേലും ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് അസുഖങ്ങൾ, ഇപ്പോഴും ഒരെണ്ണത്തിന് അസുഖമായിട്ടിരിക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും ഈ തോട്ടിലുള്ള ഇതാണ് ജീവിതം. മുട്ട് തുറന്ന് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിങ്ങനെ ഇന്ത്യ ഗേറ്റ് പോലെ കുട്ടനാട്ടിൽ കൊണ്ട് ഇങ്ങനെ ഒരു പാലം കൊണ്ട് പണിതിട്ട് കാര്യമൊന്നുമില്ല. ഈ റോഡ് പണിയൊന്നും ഈ കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന പ്രദേശത്ത് നാട്ടുകാർ ആശ്രയിച്ചു കൊണ്ടിരുന്നതും ഈ പൊതുജലാശയത്തെ. പാലം പണി കുടിനീരും മുടക്കി. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങൾ മഴവെള്ളം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. മഴവെള്ളത്തെ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഈ തോട് തുറന്നു തന്നില്ലെങ്കിൽ ഈ താറാവ് എത്ത വെള്ളവും ഈ കണ്ടെത്തി ചീഞ്ഞ വെള്ളമൊക്കെ അടിക്കുന്നതാണ് ഈ തോട്ടിലേക്ക് വരുന്നത്. വികസനത്തിനെതിരല്ല ഈ നാട്ടുകാർ. പാലം തങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. എതിർക്കുന്നത് കെടുകാര്യസ്ഥത കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തികളെ. ഈ പാലം വേണം. ഇവിടെ 2 തൂമ്പിട്ട് തരുവാണെങ്കിൽ ഈ അപ്പുറം ഇപ്പുറം 2 തൂമ്പിട്ട്. ഈ പാലം പണി നമുക്ക് നിർത്തരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല. പാലം വേണം. കാരണം ഇവിടെ 2 തൂമ്പ് അവിടെ ഇട്ട് ഇവിടെ 2 തൂമ്പിടുവാണെങ്കിൽ ഈ നീരൊഴുക്ക് ഇങ്ങനെ ഓടിയുവാണെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം മാറും. 11 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഇതുവരെ പകുതി പോലും പൂർത്തിയായില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കണം അടിസ്ഥാന ആവശ്യങ്ങൾക്കായി? അദീഷിനൊപ്പം ഹരികൃഷ്ണൻ, 24 ആലപ്പുഴ.